അപ്പോ ഡോക്ടർ നിരഞ്ജൻ നാളെ മല കയറും. ആ സ്വാമിയുണ്ട് കൂടെ. സ്വാമി വേഷം കിട്ടിയ ആർക്കും മല കയറാം, എന്തും ചെയ്യാം. അല്ലേ വക്കീലെ? അതെ. കള്ളന്മാര്, ഗുണ്ടകള്, കൂലിക്കൊലയാളികള് ആർക്കും പോവാം. മാനസാന്തരപ്പെട്ടും പോവാം, അല്ലാതെ ഏറ്റെടുക്കുന്ന അസൈൻമെന്റുകൾക്കും പോവാം. മോൻ പറഞ്ഞു വരുന്നത്? ഒന്നുമില്ല മമ്മ. മനസ്സിന്റെ കണക്ക് പുസ്തകത്തിൽ സ്വാമിക്ക് വേണ്ടിയും ഒരു താള് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. എന്തായാലും മലയിറങ്ങി വരുമ്പോ നിരഞ്ജൻ ഡോക്ടർക്കും അക്ഷരയ്ക്കും ഒക്കെ വേണ്ടി ഞാൻ മമ്മയോട് പറഞ്ഞ ആ സർപ്രൈസ് അവിടെ ഉണ്ടാവും. സർപ്രൈസ് ആയി മോൻ കൊണ്ടുവരേണ്ടത് സത്യത്തിൽ ആ പഴയ നേഴ്സ് സീതാലക്ഷ്മിയാ. അവരെ കണ്ടുപിടിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയിൽ ആ അക്ഷരം. സീതാലക്ഷ്മിയും കൂടി ഇങ്ങി വന്ന ഈ കള ഒന്നും കൂടി അങ്ങ് കൊഴുക്കും. 18 വർഷം മുമ്പ് കള ഒഴിഞ്ഞു പോയ ഒരാളെ അത്ര പെട്ടെന്ന് കണ്ടെത്തിക്കൊണ്ടുവരാൻ പറ്റുമോ മമ്മ? എങ്ങനെയെങ്കിലും മോൻ നോക്ക്. ജയശങ്കർ പതറുന്നതും പകയ്ക്കുന്നതും ആ 2 പേരുകൾക്ക് മുമ്പിലാ. ഒന്ന് മായാരഞ്ജിനി, മറ്റേത് സീതാലക്ഷ്മി. ഏതെങ്കിലും ഒരുത്തിയെ കാശ് കൊടുത്ത് നമുക്കങ്ങ് ഇറക്കിയാലോ സീതാലക്ഷ്മിയായിട്ട്? വിഡ്ഢിത്തരത്തിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റാണ് മമ്മയുടെ തലേന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഏതെങ്കിലും ഒരുത്തിയെ വേഷം കെട്ടിച്ച് സീതാലക്ഷ്മിയാണെന്നും പറഞ്ഞ് ജയശങ്കറിന്റെ മുന്നിൽ കൊണ്ടുചെന്ന് നിർത്താൻ പറ്റുമോ? രാമരാവണ യുദ്ധത്തിൽ മായാസീത ഇറക്കിയതുപോലെ ഒരു സീതാലക്ഷ്മിയെ ഡമ്മിയാക്കി വെച്ചാൽ പൊളിഞ്ഞടുങ്ങിപ്പോവും. അതോടെ അക്ഷര വീണ്ടും അവളുടെ ഡാഡിയുടെ പക്ഷത്ത് വരും. ജയശങ്കർ വീണ്ടും പഴയ വഴിയിലേക്കും വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും മോനെ? സീതാലക്ഷ്മിയിലേക്ക് കൈചൂണ്ടിയാവുന്ന എന്തെങ്കിലും ഒരു ക്ലൂ, ഒരു കുഞ്ഞു ലിങ്ക് അത് സംഘടിപ്പിക്കുക. ബാക്കി ഞാൻ നോക്കിക്കോളാം. അത് വരും അമ്മ, വന്നു ചേർന്നല്ലേ പറ്റൂ. കാലം ജയശങ്കറിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് സീതാലക്ഷ്മി. വന്ന അവര് ജയശങ്കറിനെയും കൊണ്ടേ പോവും.